സംസ്ഥാനത്തെ മുഴുവൻ തിയേറ്ററുകളും അടച്ചിടാനാണ് ഉടമകളുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രശ്നം ഒരു തരത്തിൽ മയപ്പെട്ടു വരികയായിരുന്നു. അപ്പോഴാണ് ഉടമകൾക്ക് ഒരു സിനിമ പോലും കിട്ടുന്നില്ലെന്ന സത്യം മുഖ്യമന്ത്രി അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിർമ്മാതാക്കളെയും വിതരണക്കാരെയും കണ്ണുരുട്ടി പേടിപ്പിച്ച് കാര്യം സാധിച്ചെടുത്തൂടെ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചതോടെയാണ് എല്ലാം കുളമായതെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ നോട്ട് പോലും കിട്ടാത്ത ഈ കാലത്ത് ഓരോന്നായി വെള്ളത്തിലാകുന്ന സങ്കടത്തോടെ ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിച്ചോട്ടെ. സ്വയം കുരുക്കഴിക്കാനാകാതെ സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. എരുതിയിൽ എണ്ണ ഒഴിക്കൽ തുടർന്നുകൊണ്ട് ചെന്നിത്തലയും സുധീരനും. ഭരണത്തലവനായ മുഖ്യമന്ത്രിക്ക് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ? വന്നുകൊണ്ടിരിക്കുന്ന ഭരണ തകർച്ച, ഭരണസ്തംഭനം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനേ ഇടവരുത്തൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി. കശുവണ്ടി ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറിയ യൂത്ത് സമരക്കാരൻ അറസ്റ്റിന് വഴങ്ങിയില്ല. സംസ്ഥാനത്ത് ഇത് തകർപ്പൻ സമരങ്ങളുടെ സമയം. അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന പോലീസുകാർക്ക് മുന്നിൽ അറസ്റ്റിനായി അപേക്ഷിച്ച് സമരക്കാർ. പൂര കമ്മിറ്റിയും ആന കമ്മിറ്റിയും ശക്തിപ്പെടുത്താൻ ഗണേശന്റെ നേതൃത്വത്തിൽ യോഗം. ഇന്ന് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ട ഒരു പിടിയാന മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ആനയ്ക്ക് ദയാവധം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവരൊക്കെ വീട്ടിൽ അച്ഛനമ്മമാർ വയസ്സാകുമ്പോൾ ദയാവധമാണോ നൽകുന്നത് എന്ന് അമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാത്തതുകൊണ്ട് അമ്മയ്ക്ക് ദയാവധം കൊടുക്കാമെന്ന് ചിന്തിക്കുമെന്ന മരബുദ്ധിയാണ് ഈ വാർത്തയുടെ പുറകിൽ. ആനയെ എഴുന്നള്ളിച്ചതിന്റെ പേരിൽ വൈദികനെതിരെ കേസെടുത്തവരെ വെല്ലുവിളിച്ച് ഗണേഷ് കുമാർ. ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹം നടത്തിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് വൈദികന്റെ പേരിൽ ഇവിടുത്തെ കളക്ടർ കേസെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കണം, ഈ കളക്ടർ എന്ന് പറയുന്ന ലോകത്ത് ദൈവമൊന്നുമില്ല. ഇതിന് മേളിൽ കോടതിയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ട്. തനിക്ക് പകരം വാഴ വെക്കാൻ പറഞ്ഞവർക്കും ഗണേശിന്റെ മറുപടി. എൻ്റെ പൊന്നു സഹോദര, ഞങ്ങൾ പണ്ടേ വാഴ വെച്ചതാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർ വാഴ വെക്കേണ്ട സമയത്ത് വാഴ വെച്ചിരുന്നെങ്കിൽ നിന്നെ പോലുള്ളമാരിത് പറയാൻ ഈ രാജ്യത്ത് ജനിക്കില്ലായിരുന്നു. സംസ്ഥാനത്തെ ഭരണപ്രതിസന്ധി തീർക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ കണ്ണുരുട്ടിയപ്പോൾ മൊത്തം കുളമായി. പിണറായിയെ പേടിച്ച് IAS സമരം നിർത്തിയെങ്കിലും പ്രശ്നം ഗുരുതരമാണ്. കാര്യം നിസ്സാരമാക്കാൻ മുഖ്യൻ നോക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ തലയും ആദർശ മുഖവും സംഗതി കടുപ്പിക്കുകയാണ്. കാർഡുകൾ മാറ്റിയെടുത്ത വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആണെങ്കിൽ കാർഡ് മാറ്റി രാജിക്കത്തും കീശയിലിട്ടാണ് നടപ്പ്. അങ്ങനെ ഉദ്യോഗസ്ഥർ തമ്മിൽ കുരുക്കിയ കുരുക്ക് അഴിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആകെ മൊത്തം ഗുലുമാലായി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് അത്തരമൊരു ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ മുന്നോട്ട് വന്നില്ല? കേരളത്തിന് തന്നെ അപമാനമല്ലേ IAS ഉദ്യോഗസ്ഥന്മാർ കൂട്ടമായി അവധിയെടുക്കുക എന്ന് പറയുന്നത്? അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പിന്റെ ചീഫ് സെക്രട്ടറിയുടെ റൂമിൽ യോഗം ചേരുക എന്ന് പറയുന്നത് അസാധാരണമായ നടപടിയല്ലേ? ഇത് നമ്മുടെ ഭരണ സംവിധാനത്തിനും കേരളത്തിനും അപമാനകരമായ നടപടിയല്ലേ? ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും ഉന്നത ഉദ്യോഗസ്ഥരിലെ ചേരിപ്പോഴ് പുതിയ തലങ്ങളിലേക്ക് എത്തുന്ന അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിന് നീതിബോധത്തോടുകൂടി പരിഹാരമുണ്ടാക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. അപ്പൊ ഇങ്ങനെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈ ശീതസമരം ഉണ്ടായപ്പോഴൊന്നും മുഖ്യമന്ത്രി ഒരു ചെറുവിരൽ അനക്കാൻ മുന്നോട്ട് വന്നില്ല. ഭരണത്തലവനായ മുഖ്യമന്ത്രിക്ക് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ? എന്തുകൊണ്ട് സമയോചിതമായ ഇടപെടൽ മുഖ്യമന്ത്രി നടത്തിയില്ല? കേരളത്തിൽ തന്നെ അപമാനകരമായ നിലയിൽ സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ ലീവ് എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ
എത്തിച്ചത് ശരിയാണോ? അപ്പോൾ ഇവിടെ ഒരു ഭരണകൂടമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇതെല്ലാം? മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഇരിക്കുന്ന ഇപ്പം AKG സെന്ററിലല്ല, സെക്രട്ടേറിയറ്റിലാണ്. ഒരു പ്രശ്നം എത്രമാത്രം വഷളാക്കാമോ അത്രമാത്രം വഷളാക്കുന്ന ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ഈ നിലപാട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംസ്ഥാനത്തെ നിലവിൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന ഭരണ തകർച്ച, ഭരണസ്തംഭനം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനേ ഇടവരുത്തൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അതിനിടയിൽ ഭരണത്തിൻ്റെ 6 മാസം കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, എവിടെ നോക്കിയാലും സമരമാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഇപ്പോൾ തന്നെ കൊല്ലം കശുവണ്ടി വിഷയം, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കോൺഗ്രസ്സുകാർ തന്നെ സമരം ചെയ്യുന്നത് തൽക്കാലം നിർത്തിവെച്ചു. ഇപ്പോൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയാണ് സമരം, അതും യൂത്ത് കോൺഗ്രസ്സുകാരുടെ വക. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കശു അണ്ടി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചാണിനി. പോലീസ് മാർച്ച് തടഞ്ഞെങ്കിലും ചില വിദ്വാൻമാർ മതിൽ ചാടി അകത്ത് കയറി. പിന്നെ ഓരോ നാടകങ്ങളാണ്. എന്നെ പൊക്കാൻ വേണ്ടി ഒന്ന് ഞാൻ ഓടട്ടെ, അയ്യോ പറ്റിച്ചേ പോയി സാറേ, ഞാൻ ജിപ്പിക്കറാൻ വേണ്ടി ഓടിയല്ലേ. കൊല്ലത്ത് നിന്ന് മലപ്പുറത്തെത്തിയാൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയാണ്. പാമ്പാടി നെഹ്റു കോളേജ് അടിച്ചു തകർത്തതിൻ്റെ ബാക്കി. കോളേജിൻ്റെ മലപ്പുറത്തെ അഡ്മിഷൻ ഓഫീസ് സമരക്കാർ അടിച്ചു നിരത്തി. ഇന്ന് SFI അല്ല, പകരം AISF ആണ്. അങ്ങനെ ആ തകർക്കലും പൂർത്തിയായി. വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് അവർ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി പാമ്പാടി കോളേജിൽ SFIക്കാർ തകർത്തതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി നിലം പരിശാക്കാൻ ABVPക്കാർ വരുന്നുണ്ട്. പെട്ടെന്ന് അറസ്റ്റ് വരിച്ചു പോകാൻ വേണ്ടിയാണ് അവർ വന്നത്. എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യൂ, അതിലെ ഹീറോയിസം. Justice!
എന്നെ അറസ്റ്റ് ചെയ്യൂ. അങ്ങനെ ഇന്നത്തെ സമരങ്ങൾ തൽക്കാലം നിർത്തിവെക്കുകയാണ്. പാമ്പാടി കോളേജിൽ തൽക്കാലം പൊളിക്കാൻ ഒന്നും ബാക്കിയില്ലാത്തത് കൊണ്ടാണ് തൽക്കാലം നിർത്തിവെക്കുന്നത്. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും പൊളിച്ചടക്കാൻ പണം കൊടുക്കാനില്ലാത്തവർ അതിൻ്റെ മുന്നിൽ നെഹ്റു കോളേജ് എന്ന ബോർഡ് വെച്ചാൽ മതി, ബാക്കിയെല്ലാം സമരക്കാർ ശരിയാക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഗണേശിൻ്റെ പൂരപ്രേമവും സിനിമാ കണ്ടെത്തലും പെട്ടെന്ന് വരാം.